എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. 2025-26 വർഷത്തെ വിഷുഫലത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സന്തോഷം നിറഞ്ഞതും ഐശ്വര്യം നിറഞ്ഞതുമായ ഒരു വിഷുവർഷം ആശംസിച്ചുകൊണ്ട് നമുക്ക് കാണാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന നക്ഷത്രക്കാർ മകം, പൂരം, ഉത്രം, അത്തം എന്നീ നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷുഫലം എന്ന് പറയുമ്പോൾ ഏറ്റവും അനുകൂലമായി തീരുന്ന ഒരു വർഷമാണ്. അത് ഏറ്റവും അനുകൂലമായ, ഏറ്റവും ശ്രേയസ്കരമായ ഫലങ്ങൾ ലഭിക്കുന്ന 4 നക്ഷത്രക്കാരാണ് ഇവർ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വിഷു സംക്രമവുമായി ബന്ധപ്പെട്ട് വരുന്ന ഫലങ്ങളാണ് വിഷുഫലങ്ങൾ. അതിന് ചാരഫലങ്ങളുമായിട്ടും വലിയ ബന്ധങ്ങളൊന്നുമില്ല. ചാരവശാൽ ദോഷകരമായ ഫലങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും വിഷു ഫലത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ദോഷവശങ്ങൾ കുറഞ്ഞിരിക്കുന്നതുമാണ്. അപ്പോൾ വിഷുഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അനുകൂലമായ ഫലങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് കാണുന്നത്. അതായത് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനും ജനപ്രീതി നേടിയെടുക്കാനും കഴിയുന്നൊരു ആയതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തകർക്കൊക്കെ വളരെ അനുകൂലമായൊരു വർഷമാണ്. ജനനേതൃത്വത്തിലെത്താൻ കഴിയുന്നൊരു വർഷമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഉയർന്ന പദവികളിലൊക്കെ എത്താൻ കഴിയുന്ന വർഷമാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക്. അതുപോലെ തന്നെ അധികാരപ്രാപ്തി, ഉദ്യോഗത്തിൽ പ്രമോഷൻ, ഇവയൊക്കെ ഈ വിഷുവർഷത്തിൽ വന്ന് ഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കുറേ നാളുകളായി തടഞ്ഞു വയ്ക്കപ്പെട്ടിരുന്ന പ്രമോഷനുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ്. ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുള്ള വർഷമാണ്. കർമ്മമേഖലയിൽ വളരെയേറെ പുരോഗതി ദൃശ്യമാകുന്ന ഒരു വർഷമായിരിക്കും എല്ലാ കർമ്മമേഖലകളിൽപ്പെട്ടവർക്ക്. ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല, കരാറുകാർ, കർഷകർ, കലാകാരന്മാർ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും പെട്ടവർക്കും വിഷുവർഷം വളരെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗലബ്ധിക്ക് സാധ്യതയുള്ളൊരു വർഷമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷിക്കാവുന്ന ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത്. PSC, UPSC ടെസ്റ്റൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ റിസൾട്ട് വരാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവർക്കൊക്കെ അഡ്വൈസും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ വർഷമാണ്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിനും ഉന്നതമായ വിദ്യാഭ്യാസത്തിന് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ ലഭ്യമാകുന്നതാണ്. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ മാത്രം മതി. സാധ്യതയുള്ള വർഷമാണ്. ഈ വിഷുഫലത്തോടൊപ്പം തന്നെ ചാരഫലവും ഗ്രഹനിലയൊക്കെ അനുകൂലമായിട്ടുള്ളവർക്ക് 100% ഗുണകരമായ ഫലങ്ങൾ ഉറപ്പാണ്. കാരണം ഗ്രഹനിലയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം എന്ന് സൂചിപ്പിക്കാറുണ്ട്. ഗ്രഹനിലയിൽ നല്ല യോഗമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷുവർഷഫലം അനുകൂലമായതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മകം, പൂരം, ഉത്രം, അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അപൂർവമായ നേട്ടങ്ങളുടെ ഒരു വർഷമാണ് ഈ വിഷുവർഷം എന്ന് ഉറപ്പിച്ച് പറയാവുന്നത്. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കന്നിക്കൂറിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം, ഈ നക്ഷത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ കന്നിക്കൂറിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ മാറ്റം മീനം രാശിയിലേക്കാണ്. അതായത് 7ാം ഭാവത്തിലേക്കാണ്. കണ്ടക ശനി കാലഘട്ടമാണ്. അതുപോലെ അനുകൂലമായി 9ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴത്തിൻ്റെ മാറ്റവും 9ലെ പോലെ ഗുണം ചെയ്യുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അതുപോലെ 2ലേക്കുള്ള കേതുവിൻ്റെ മാറ്റം, ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ കുറേയൊക്കെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് അക്കാര്യങ്ങൾ കൂടി പ്രത്യേകം കന്യക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് വേണ്ട വഴിപാടുകൾ, പ്രത്യേകിച്ച് ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, സഹസ്രനാമ നീരാഞ്ജനം നടത്തുക, വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ, രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തുക എന്നിവയൊക്കെ ചെയ്തു പോയാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. എന്നാൽ ചിങ്ങക്കൂറിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കത്തക്ക സാധ്യതകളുണ്ട്. കാരണം
വ്യാഴമാറ്റമൊക്കെ വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അഫീഷ സ്ഥാനത്തേക്കാണ് വ്യാഴമൊക്കെ മാറുന്നത്. അതുപോലെ കണ്ടകശനിയിൽ നിന്നുള്ള മാറ്റം ഇവയൊക്കെ അനുകൂലമാകിയാൽ ചിങ്ങക്കൂറുകാർക്ക് കുറച്ചുകൂടി ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പൊതുവെ പറയുമ്പോൾ ഗ്രഹനിലയിലും വ്യാഴവും ശനിയും മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ളവർക്കും നല്ല യോഗങ്ങളുള്ളവർക്കുമൊക്കെ ഈ വിഷുഫലം കൂടി അനുകൂലമാകയാൽ എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ സാധ്യമാക്കാൻ കഴിയുന്നൊരു വർഷമാണ്. അതായത് ഉദ്യോഗത്തിൽ പ്രൊമോഷൻ, അനുകൂലമായ ട്രാൻസ്ഫറുകൾ, ഉദ്യോഗലബ്ധി, വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങൾ, അതായത് വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ, പുതുതായിട്ട് വീട് പണി ആരംഭിക്കാനുള്ള സാധ്യതകൾ, പുതിയ വാഹനങ്ങളൊക്കെ നേടാനും ആഗ്രഹിച്ച വാഹനം എടുക്കാനും കഴിയുന്നൊരു വർഷമായിരിക്കും. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രയോജനങ്ങൾ നിറഞ്ഞ ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത്. രോഗശാന്തി ലഭിക്കുന്ന വർഷമായിരിക്കും. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട ധനം തിരിച്ചു ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ്. അകലെ നിന്നിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ചു ചേരാൻ സാധ്യതയുള്ള വർഷമാണ്. ഇങ്ങനെ മൊത്തത്തിൽ അത്യപൂർവമായ ഒരു വിഷുവർഷമാണ് ഈ നക്ഷത്രക്കാരെ തേടി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.